ഹലോ, ഈ സെഷനിലേക്ക് സ്വാഗതം. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് മേഖലയിൽ ഒരു എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ് നിർമ്മിക്കുന്നത് വിവിധ ലോജിക്കൽ ഓപ്പറേഷൻസിന് ഒരു അടിസ്ഥാന നിർമ്മാണ ബ്ലോക്കായി പ്രവർത്തിക്കുന്നു. ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടുകളുടെ, പ്രത്യേകിച്ച് IC 7404, IC 7408, IC 7432 എന്നിവയുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്തുന്നത് ഒരു ശക്തമായ ഗേറ്റ് സർക്യൂട്ട് സൃഷ്ടിക്കാൻ പ്രാപ്തമാക്കുന്നു. മാത്രമല്ല, സീരീസ് ഷണ്ട് ക്ലിപ്പറുകൾ പോലുള്ള അനലോഗ് ഇലക്ട്രോണിക്സിൽ നിന്നുള്ള ആശയങ്ങൾ ഉൾപ്പെടുത്തുന്നത് ഡിജിറ്റൽ സർക്യൂട്ടിൻ്റെ പ്രകടനവും വിശ്വാസ്യതയും വർദ്ധിപ്പിക്കും. ലക്ഷ്യങ്ങൾ. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് സാധ്യമാകുന്നവ: IC 7404, 7408, 7432 എന്നിവ ഉപയോഗിച്ച് എക്സ്ക്ലൂസീവ് OR ഗേറ്റ് നിർമ്മിക്കുക. സിമുലേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് XOR ഗേറ്റ് നിർമ്മിക്കുക. സിമുലേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ക്ലിപ്പറുകൾ നിർമ്മിക്കുക. എക്സ്ക്ലൂസീവ് OR ഗേറ്റിലേക്കുള്ള ഇൻട്രൊഡക്ഷൻ. ഒരു എക്സ്ക്ലൂസീവ് OR ഗേറ്റിൽ 2 ഇൻപുട്ടുകളും ഒരു ഔട്ട്പുട്ടുമുണ്ട്. ഇൻപുട്ടുകളിൽ ഏതെങ്കിലും ഒന്ന് ഹൈ ആയിരിക്കുമ്പോൾ XOR ഗേറ്റിന്റെ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. 2 ഇൻപുട്ടുകളും ഒന്നായിരിക്കുമ്പോൾ XOR ഗേറ്റിന്റെ ഔട്ട്പുട്ട് ലോ ആയിരിക്കും. നോട്ട് ഗേറ്റ് 1, 2 എന്നിവയുടെ ഇൻപുട്ടിലേക്ക് A, B എന്നീ ഇൻപുട്ടുകൾ കണക്ട് ചെയ്യുക. കൂടാതെ AND ഗേറ്റ് 1, 2 എന്നിവയുടെ ഇൻപുട്ടുകളിൽ ഒന്നിലേക്കും കണക്ട് ചെയ്യുക. നോട്ട് ഗേറ്റുകളുടെ ഔട്ട്പുട്ട് AND ഗേറ്റുകളുടെ ഇൻപുട്ടുമായി കണക്ട് ചെയ്തിരിക്കുന്നു. AND ഗേറ്റുകളുടെ ഔട്ട്പുട്ട് OR ഗേറ്റിന്റെ ഇൻപുട്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. OR ഗേറ്റിന്റെ ഔട്ട്പുട്ട് XOR ഗേറ്റ് ആയി പ്രവർത്തിക്കുന്നു. അടുത്തതായി, സിമുലേഷൻ സോഫ്റ്റ്വെയറിലെ IC 7404, 7408, 7432 എന്നിവ ഉപയോഗിച്ച് XOR ഗേറ്റിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. നമുക്ക് താഴെ പറയുന്ന ടൂളുകളും എക്യുപ്മെന്റുകളും ആവശ്യമാണ്. പേഴ്സണൽ കമ്പ്യൂട്ടർ. പേഴ്സണൽ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത സിമുലേഷൻ സോഫ്റ്റ്വെയർ. ഇനി നമുക്ക് സിമുലേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് XOR ഗേറ്റ് നിർമ്മിക്കാം. PC-യിൽ പ്രീ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സിമുലേഷൻ സോഫ്റ്റ്വെയർ തുറക്കുക. ഒരു ന്യൂ സ്കീമാറ്റിക് സൃഷ്ടിക്കാൻ ഫയലിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ന്യൂ സ്കീമാറ്റിക് ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, പുതിയ സ്കീമാറ്റിക് സൃഷ്ടിക്കുന്നതിനുള്ള ഷോർട്ട്കട്ടായി Ctrl+N ഉപയോഗിക്കാം. XOR ഗേറ്റിന്റെ നിർമ്മാണത്തിനാവശ്യമായ കമ്പോണന്റുകൾ സ്ഥാപിക്കാം. അതിന് നമുക്ക് NOT ഗേറ്റ്, AND ഗേറ്റ്, OR ഗേറ്റ്, വോൾട്ടേജ് സോഴ്സസ് എന്നിവ ആവശ്യമാണ്. സ്കീമാറ്റിക്കൽ കമ്പോണന്റ് സ്ഥാപിക്കുന്നതിന് മെനു ബാറിലെ കമ്പോണന്റ് സെലക്ട് ചെയ്യുക. ടിപ്സ്: കമ്പോണന്റ് സ്ഥാപിക്കുന്നതിന് നിങ്ങളുടെ കീബോർഡിൽ P എന്ന് ടൈപ്പ് ചെയ്യാം. സെർച്ച് ബോക്സിൽ വോൾട്ടേജ് എന്ന് ടൈപ്പ് ചെയ്ത് പ്ലേസ് സ്കീമാറ്റിക് ഓൺ ദ കമ്പോണന്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഈ സർക്യൂട്ടിന് 2 വോൾട്ടേജ് സോഴ്സസ് ആവശ്യമാണ്. മുകളിലുള്ള സ്റ്റെപ്പ് ആവർത്തിക്കുക. ഗേറ്റുകൾ സ്ഥാപിക്കുന്നതിന് സർക്യൂട്ട് ഡയഗ്രം റെഫർ ചെയ്യുക. ഇപ്പോൾ നോട്ട് ഗേറ്റ് സ്ഥാപിക്കുന്നതിന് INV എന്ന് ടൈപ്പ് ചെയ്യുക. മറ്റൊരു നോട്ട് ഗേറ്റ് സ്ഥാപിക്കുന്നതിന് മുകളിലുള്ള സ്റ്റെപ്പ് ആവർത്തിക്കുക. ഇപ്പോൾ AND ഗേറ്റ് സ്ഥാപിക്കുന്നതിന് AND എന്ന് ടൈപ്പ് ചെയ്യുക. മറ്റൊരു AND ഗേറ്റ് സ്ഥാപിക്കുന്നതിന് മുകളിലുള്ള സ്റ്റെപ്പ് ആവർത്തിക്കുക. ഇപ്പോൾ OR ഗേറ്റ് സ്ഥാപിക്കുന്നതിന് OR എന്ന് ടൈപ്പ് ചെയ്യുക. സർക്യൂട്ട് ഡയഗ്രം അനുസരിച്ച് സ്കീമാറ്റിക്കിൽ അവ ശരിയായി സ്ഥാപിക്കുക. ഇപ്പോൾ ഗ്രൗണ്ട് സ്ഥാപിക്കുക. ഗ്രൗണ്ട് സ്ഥാപിക്കുന്നതിന് മെനുവിലേക്ക് പോയി ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. ആവശ്യമായ എല്ലാ ഗേറ്റുകളും സ്കീമാറ്റിക്കിൽ സ്ഥാപിച്ച ശേഷം കമ്പോണന്റിനിടയിൽ വയറിംഗ് ആരംഭിക്കുക. വയറിംഗിനായി മെനുവിലേക്ക് പോയി വയർ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ടിപ്പ്: വയറിംഗ് ഷോർട്ട്കട്ടിനായി വയറിംഗ് ആരംഭിക്കാൻ W ക്ലിക്ക് ചെയ്യുക. സർക്യൂട്ട് ഡയഗ്രം അനുസരിച്ച് വയർ ചെയ്യുക. ഇനി നമുക്ക് ഓരോ ലോജിക് ഗേറ്റും ലേബൽ ചെയ്യാം.
അടുത്തതായി നമ്മൾ വോൾട്ടേജ് സ്പെസിഫിക്കേഷനുകൾ ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. അതിനായി ആദ്യം വോൾട്ടേജിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് അഡ്വാൻസ്ഡ് ക്ലിക്ക് ചെയ്യുക. 0-നും 1-നും ഇടയിൽ പൾസ് സൃഷ്ടിക്കുന്നതിന് പൾസ് മോഡ് സെലക്ട് ചെയ്യുക. പൾസ് സെലക്ട് ചെയ്ത ശേഷം വോൾട്ടേജിന്റെയും സമയത്തിന്റെയും വാല്യൂസ് ഫില്ല് ചെയ്യുക. സപ്ലൈ വോൾട്ടേജ് 5 വോൾട്ട് ആയിരിക്കും. റൈസ് ടൈം, ഫോൾ ടൈം 5 നാനോ സെക്കൻഡ് ആയിരിക്കും. സമയ കാലയളവ് ഓണായ സമയത്തിന്റെ ഇരട്ടിയായിരിക്കണം. ഓക്കെ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി രണ്ടാമത്തെ വോൾട്ടേജ് സോഴ്സിനായുള്ള സ്പെസിഫിക്കേഷൻ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനായി അതേ നടപടിക്രമം ആവർത്തിക്കുക. രണ്ടാമത്തെ വോൾട്ടേജ് സോഴ്സിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് അഡ്വാൻസ്ഡ് ക്ലിക്ക് ചെയ്യുക. പൾസ് സെലക്ട് ചെയ്ത ശേഷം വോൾട്ടേജിന്റെയും സമയത്തിന്റെയും വാല്യൂസ് ഫില്ല് ചെയ്യുക. സപ്ലൈ വോൾട്ടേജ് 5 വോൾട്ട് ആയിരിക്കും. റൈസ് ടൈം, ഫോൾ ടൈം 5 നാനോ സെക്കൻഡ് ആയിരിക്കും. സമയ കാലയളവ് ഓണായ സമയത്തിന്റെ ഇരട്ടിയായിരിക്കണം. ഓക്കെ ക്ലിക്ക് ചെയ്യുക. ലേബലിംഗിനായി മെനുവിൽ ലേബൽ നെറ്റ് സെലക്ട് ചെയ്യുക. പോർട്ട് ടൈപ്പ് സെലക്ട് ചെയ്യുക. നിലവിൽ നമ്മൾ ഔട്ട്പുട്ട് ലേബൽ ചെയ്യുന്നു. അതിനാൽ പോർട്ട് ഔട്ട്പുട്ട് പോർട്ടായി സെലക്ട് ചെയ്യുക. അത് ഉചിതമായ സ്ഥാനത്ത് വയ്ക്കുക. സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് എല്ലാ കണക്ഷനുകളും ശരിയാണെന്ന് ഉറപ്പാക്കുക. ഇനി നമുക്ക് ക്ലിപ്പറുകൾ വിശദമായി നോക്കാം. ഒരു വേവ് ഫോമിന്റെ ആപ്റ്റിറ്റ്യൂഡ് പരിമിതപ്പെടുത്തുകയോ ക്ലിപ്പ് ചെയ്യുകയോ വഴി അതിന്റെ ആകൃതിയിൽ മാറ്റം വരുത്തുന്ന ഒരു സർക്യൂട്ടാണ് ക്ലിപ്പർ. ഒരു നിശ്ചിത പരിധി കവിയുന്ന വേവ് ഫോമിന്റെ ഭാഗങ്ങൾ നീക്കം ചെയ്യുകയോ പരത്തുകയോ ചെയ്യുന്നതാണ് ക്ലിപ്പിംഗ് പ്രക്രിയയിൽ ഉൾപ്പെടുന്നത്. ഇനി ക്ലിപ്പറുകളുടെ ടൈപ്പുകൾ നോക്കാം. അവയിൽ ഉൾപ്പെടുന്നവ: സീരീസ് ക്ലിപ്പറുകൾ, ഷണ്ട് ക്ലിപ്പറുകൾ, ബയാസ് ചെയ്ത ക്ലിപ്പറുകൾ. ഇനി ഇവ ഓരോന്നും വിശദമായി നോക്കാം. സീരീസ് ക്ലിപ്പറുകൾ. സീരീസ് ക്ലിപ്പറുകൾ ഇൻപുട്ട് സിഗ്നലുമായി സീരീസിൽ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഡയോഡുകൾ ഉപയോഗിക്കുന്നു. 2 ടൈപ്പ് സീരീസ് ക്ലിപ്പറുകൾ ഉണ്ട്. പോസിറ്റീവ് സീരീസ് ക്ലിപ്പർ. ഈ കോൺഫിഗറേഷനിൽ ഫോർവേഡ് ദിശയിലുള്ള ഇൻപുട്ട് സിഗ്നലുമായി ഒരു ഡയോഡ് സീരീസിൽ കണക്ട് ചെയ്തിരിക്കുന്നു. ഇതൊരു നിശ്ചിത വോൾട്ടേജിന് മുകളിലുള്ള വേവ് ഫോമിന്റെ പോസിറ്റീവ് എക്സ്കർഷനുകൾ നീക്കം ചെയ്യുന്നു. നെഗറ്റീവ് സീരീസ് ക്ലിപ്പർ. പോസിറ്റീവ് സീരീസ് ക്ലിപ്പറിന് സമാനമായി ഡയോഡ് വിപരീത ദിശയിൽ കണക്ട് ചെയ്തിരിക്കുന്നു. ഇതൊരു നിശ്ചിത പരിധി വോൾട്ടേജിന് താഴെയുള്ള വേവ് ഫോമിന്റെ നെഗറ്റീവ് എക്സ്കർഷനുകൾ നീക്കം ചെയ്യുന്നു. ഷണ്ട് ക്ലിപ്പറുകൾ. ഇൻപുട്ട് സിഗ്നലുമായി പാരലലായി കണക്ട് ചെയ്തിട്ടുള്ള ഡയോഡുകൾ ഷണ്ട് ക്ലിപ്പറുകൾ ഉപയോഗിക്കുന്നു. സീരീസ് ക്ലിപ്പറുകൾ പോലെ ഷണ്ട് ക്ലിപ്പറുകൾക്കും 2 പ്രധാന തരങ്ങളുണ്ട്. പോസിറ്റീവ് ഷണ്ട് ക്ലിപ്പർ. ഈ കോൺഫിഗറേഷനിൽ ഇൻപുട്ട് സിഗ്നലുമായി പാരലലായി ഒരു ഡയോഡ് കണക്ട് ചെയ്തിരിക്കുന്നു. സിഗ്നൽ ഒരു നിശ്ചിത പരിധി വോൾട്ടേജിൽ കവിയുമ്പോൾ പോസിറ്റീവ് എക്സ്കർഷനുകൾ ക്ലിപ്പിംഗ് ഓഫ് ചെയ്യുന്നു. നെഗറ്റീവ് ഷണ്ട് ക്ലിപ്പർ. പോസിറ്റീവ് ഷണ്ട് ക്ലിപ്പറിന് സമാനമായി ഡയോഡ് നെഗറ്റീവ് എക്സ്കർഷൻ ക്ലിപ്പ് ചെയ്യാൻ ഓറിയന്റഡ് ആണ്. അത് ത്രെഷോൾഡ് വോൾട്ടേജ് ക്ലിപ്പ് ഓഫ് ചെയ്യാൻ നിർമ്മിച്ചതാണ്. ബയസ്ഡ് ക്ലിപ്പറുകൾ. ബയസ്ഡ് ക്ലിപ്പറുകൾ ഇൻപുട്ട് സിഗ്നലിനൊപ്പം ഒരു ബയസ് വോൾട്ടേജും ഉൾക്കൊള്ളുന്നു. ബയസ് വോൾട്ടേജ് മുഴുവൻ വേവ് ഫോമിനെയും മുകളിലേക്കോ താഴേക്കോ മാറ്റുന്നു. ക്ലിപ്പിംഗ് സംഭവിക്കുന്ന ത്രെഷോൾഡ് വോൾട്ടേജ് ക്രമീകരിക്കുന്നു. ബയസ്ഡ് ക്ലിപ്പറുകൾ സീരീസ് അല്ലെങ്കിൽ ഷണ്ട് കോൺഫിഗറേഷനുകൾ ഉപയോഗിച്ച് നടപ്പിലാക്കാം. ഇനി നമുക്കൊരു സീരീസ് ക്ലിപ്പർ നിർമ്മിക്കുന്നതിനുള്ള പ്രൊസീജിയർ നോക്കാം. ആദ്യം LT സ്പൈസ് വിൻഡോ തുറക്കുക. ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ ന്യൂ സ്കീമാറ്റിക് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് സർക്യൂട്ട് നിർമ്മിക്കുന്നതിനുള്ള കോമ്പോണന്റ് സെലക്ട് ചെയ്യുക. അതിനായി കോമ്പോണന്റിന്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ദൃശ്യമാകുന്ന ഡയലോഗ് ബോക്സിൽ നിന്ന് കോമ്പോണന്റ്സ് ഒന്നൊന്നായി സെർച്ച് ചെയ്യുക. ആദ്യം ഡയോഡ് സെർച്ച് ചെയ്ത് സ്കീമാറ്റിക്കിൽ സ്ഥാപിക്കുക. അത് സ്കീമാറ്റിക്കിൽ സ്ഥാപിക്കാൻ പ്ലേസ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. കോമ്പോണന്റ്സ് മെനുവിലെ റെസിസ്റ്ററിനായി അടുത്തതായി സെർച്ച് ചെയ്യുക. അല്ലെങ്കിൽ കീബോർഡ് ഷോർട്ട്കട്ടിനായി R അമർത്തി അതിനെ സ്കീമാറ്റിക്കിൽ പ്ലേസ് ചെയ്യുക.
അടുത്തതായി വോൾട്ടേജിനായി സെർച്ച് ചെയ്യുക. അത് സ്കീമാറ്റിക്കിൽ സ്ഥാപിക്കുക. ഇപ്പോൾ ഗ്രൗണ്ട് വയ്ക്കുക. ഗ്രൗണ്ട് സ്ഥാപിക്കുന്നതിന് മെനുവിലേക്ക് പോയി ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് വയറുകൾ ഉപയോഗിച്ച് ഓരോ കോമ്പോണന്റും ഇന്റർകണക്ട് ചെയ്യാൻ കഴിയും. അതിനായി കീബോർഡിൽ W ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഡയോഡിന്റെ സ്പെസിഫിക്കേഷൻ സെലക്ട് ചെയ്യാം. അതിനായി സെലക്ട് ചെയ്ത ഡയോഡിൽ വലത് ക്ലിക്ക് ചെയ്ത് പുതിയ ഡയോഡിൽ ക്ലിക്ക് ചെയ്ത് 1N4148 സെലക്ട് ചെയ്ത് OK ക്ലിക്ക് ചെയ്യുക. അടുത്തതായി നമുക്ക് വോൾട്ടേജ് സ്പെസിഫിക്കേഷനുകൾ ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. അതിനായി ആദ്യം വോൾട്ടേജിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് അഡ്വാൻസ് ക്ലിക്ക് ചെയ്യുക. അടുത്തതായി സൈൻ ഡയലോഗ് ബോക്സിൽ ടിക്ക് ചെയ്ത് നൽകിയിരിക്കുന്നതുപോലെ DC ഓഫ്സെറ്റ്, ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി എന്നിവ ടൈപ്പ് ചെയ്ത് OK ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ റെസിസ്റ്റൻസ് വാല്യൂ സെറ്റ് ചെയ്യുക. അതിനായി റെസിസ്റ്ററിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് 1K ohms എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് OK ക്ലിക്ക് ചെയ്യുക. അവസാനമായി സീരീസ് നെഗറ്റീവ് ക്ലിപ്പറിനുള്ള മുഴുവൻ സർക്യൂട്ടുകളും പൂർത്തിയായി. സർക്യൂട്ട് സെറ്റ് ചെയ്യുന്നതിന് മുൻപ് എല്ലാ കണക്ഷനുകളും ശരിയാണെന്ന് ഉറപ്പാക്കുക. ഇപ്പോൾ നമ്മൾ സർക്യൂട്ടിന്റെ പേര് നൽകും. ഇതിനായി മെനുവിലേക്ക് നാവിഗേറ്റ് ചെയ്ത് ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ടെക്സ്റ്റ് സീരീസ് നെഗറ്റീവ് ക്ലിപ്പർ എൻ്റർ ചെയ്യുക. OK ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സീരീസ് പോസിറ്റീവ് ക്ലിപ്പർ ആക്കുന്നതിന് മെനുവിലേക്ക് നാവിഗേറ്റ് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് മോഡ് സെലക്ട് ചെയ്യുക. സർക്യൂട്ട് സെലക്ട് ചെയ്യുക. ഡയോഡ് റിവേഴ്സ് ചെയ്യുന്നതിന് മെനു ബാറിലേക്ക് പോയി ഡയോഡ് റിവേഴ്സ് ചെയ്യാൻ Ctrl+R ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ സർക്യൂട്ടിന് പേര് നൽകും. മെനുവിലേക്ക് നാവിഗേറ്റ് ചെയ്ത് ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ടെക്സ്റ്റ് സീരീസ് പോസിറ്റീവ് ക്ലിപ്പർ എൻ്റർ ചെയ്യുക. OK ക്ലിക്ക് ചെയ്യുക. പോസിറ്റീവ് ഷണ്ട് ക്ലിപ്പർ നിർമ്മിക്കുന്നതിന് ഇൻപുട്ട് സിഗ്നലിന് പാരലലായി ഡയോഡ് കണക്ട് ചെയ്തിരിക്കണം. അതിനായി ക്ലിപ്പറിന്റെ സർക്യൂട്ട് പകർത്തി കോമ്പോണന്റുകൾ ശരിയായ സ്ഥലത്തേക്ക് നീക്കുക. കോമ്പോണന്റുകൾ റൊട്ടേറ്റ് ചെയ്യാൻ Ctrl+R ഉപയോഗിക്കുക. അതനുസരിച്ച് വയർ ചെയ്യുക. ഇപ്പോൾ സർക്യൂട്ടിന്റെ പേര് നൽകും. ഇതിനായി മെനുവിലേക്ക് നാവിഗേറ്റ് ചെയ്ത് ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ടെക്സ്റ്റ് പോസിറ്റീവ് ഷണ്ട് ക്ലിപ്പർ എൻ്റർ ചെയ്ത് OK ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഷണ്ട് നെഗറ്റീവ് ക്ലിപ്പർ ആക്കുന്നതിന് നമുക്ക് ഡയോഡ് ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യേണ്ടതുണ്ട്. ഡയോഡ് റിവേഴ്സ് ചെയ്യുന്നതിന് മെനു ബാറിലേക്ക് പോയി ഡയോഡ് റിവേഴ്സ് ചെയ്യാൻ Ctrl+R ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ സർക്യൂട്ടിന് പേര് നൽകും. ഇതിനായി മെനുവിലേക്ക് നാവിഗേറ്റ് ചെയ്ത് ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. നെഗറ്റീവ് ഷണ്ട് ക്ലിപ്പർ എന്ന ടെക്സ്റ്റ് എൻ്റർ ചെയ്ത് OK ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ സെഷൻ അവസാനിക്കുന്നു. ഈ സെഷനിൽ നമ്മൾ പഠിച്ചത് സിമുലേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് IC 7404, 7408, 7432 എന്നിവ കൊണ്ട് XOR ഗേറ്റിൻ്റെ നിർമ്മാണം, സിമുലേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സീരീസ് ക്ലിപ്പർ സർക്യൂട്ടുകളുടെ നിർമ്മാണം, സിമുലേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഷണ്ട് ക്ലിപ്പർ സർക്യൂട്ടുകളുടെ നിർമ്മാണം. വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.